പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയെയും സഖ്യകക്ഷികളെയും കൊടുമ്പിരി കൊള്ളിക്കുന്ന ഇറാന്റെ ഷഹീദ് പോലുള്ള ചാവേ ഡ്രോണുകളെ വേട്ടയാടി തകർക്കാൻ അമേരിക്കയുടെ പുത്തൻ പ്രതിരോധ ആശയം മെറോപ്സ് AI ഡ്രോൺ സിസ്റ്റം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇറാന്റെ ഷഹേദ് കാമികാസെ ഡ്രോണുകൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ലോകത്തിലെ പല യുദ്ധഭൂമികളിലും വലിയ ഭീഷണി സൃഷ്ടിച്ചു വരികയാണ്. ചെലവ് കുറഞ്ഞതും വൻതോതിൽ നിർമ്മിക്കാനാകുമെന്നതുമാണ് ഈ ഡ്രോണുകളുടെ പ്രധാന നേട്ടം. എന്നാൽ ഇപ്പോൾ ഈ ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണികളെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നേരിടാൻ പുതിയൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ പ്രതിരോധ വിദഗ്ധർ. മെറോപ്സ് AI ഇന്റർസെപ്റ്റർ ഡ്രോൺ എന്നാണ് ഈ പുതിയ സാങ്കേതിക സംവിധാനത്തിന്റെ പേര്. ഡ്രോൺ ഉപയോഗിച്ച് തന്നെ മറ്റൊരു ഡ്രോണിനെ വേട്ടയാടുന്ന സാങ്കേതിക വിദ്യയാണ് ഈ പുതിയ സംവിധാനം. യുദ്ധരംഗത്ത് പുതിയൊരു അധ്യായം തുറക്കാൻ പോകുന്നതാണ് അമേരിക്കയുടെ ഈ നീക്കമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനിൽ നിർമ്മിക്കുന്ന ഷഹേദ് ഡ്രോണുകൾ കാമികാസെ ഡ്രോൺ അഥവാ ചാവേർ ഡ്രോൺ വിഭാഗത്തിൽ പെടുന്നവയാണ്. ലക്ഷ്യത്തിലെത്തിയാൽ സ്വയം പൊട്ടിത്തെറിക്കുന്ന തരത്തിലുള്ള ഇത്തരം ഡ്രോണുകൾ എണ്ണ ശുദ്ധീകരണശാലകൾ, വൈദ്യുതി നിലയങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവയെ ലക്ഷ്യമാക്കാനായി ഉപയോഗിക്കപ്പെടുന്നു. ഇവയുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവ നിർമ്മിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും കുറഞ്ഞ ചിലവേ വരുന്നുള്ളൂ എന്നതാണ്. ഒരു ഷഹേദ് ഡ്രോണിന്റെ വില സാധാരണയായി $20,000 മുതൽ $50,000 വരെ മാത്രമാണ്. വൻതോതിൽ ഒരുമിച്ച് ആക്രമിക്കാൻ കഴിയുന്നതിനാൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ പോലും അവയ്ക്ക് ബുദ്ധിമുട്ടിലാക്കാനാകും. പലപ്പോഴും ഇത്തരം ഡ്രോണുകളെ തടയാൻ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് ലക്ഷക്കണക്കിന് ഡോളറാണ് വില. അതിനാൽ ആക്രമണക്കാരന് വലിയ നേട്ടവും എതിരെ നിൽക്കുന്ന പക്ഷത്തിന് വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇത്തരം ആക്രമണങ്ങളെ ചെലവ് കുറഞ്ഞ രീതിയിൽ തടയാനായാണ് മെറോപ്പ് സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ സാങ്കേതിക വിദ്യാ രംഗത്തെ പ്രമുഖർ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത ഈ സംവിധാനം ഇപ്പോൾ യുദ്ധപരിചയം നേടിയ പ്രതിരോധ സാങ്കേതിക വിദ്യയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സംവിധാനത്തിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്: ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, ലോഞ്ചർ അല്ലെങ്കിൽ ഡ്രോൺ വിക്ഷേപണ സംവിധാനം, സർവേയർ എന്ന ഇന്റർസെപ്റ്റർ ഡ്രോൺ എന്നിവയാണവ. വിക്ഷേപണത്തിനായി പ്രത്യേക സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലാത്തതിനാൽ എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഇവ വിക്ഷേപിക്കാനുമാകും. മെറോപ്സ് ഡ്രോണിന്റെ പ്രവർത്തനം വളരെ വ്യത്യസ്തമാണ്. റഡാർ, റേഡിയോ സിഗ്നൽ, താപസൂചന തുടങ്ങിയവ ഉപയോഗിച്ച് അവ ലക്ഷ്യ ഡ്രോണിനെ കണ്ടെത്തും. അതുപോലെ തന്നെ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് അതിനെ പിന്തുടരും. ലക്ഷ്യത്തിന് സമീപത്തെത്തുമ്പോൾ പൊട്ടിത്തെറിക്കുകയോ നേരിട്ട് ഇടിച്ചു തകർക്കുകയോ ചെയ്യുന്നു. മണിക്കൂറിൽ ഏകദേശം 280 കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ ഈ ഡ്രോണിനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷഹേദ് ഡ്രോണുകളെക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഇവ സാധ്യമാക്കുന്നത്. ഒരു മെറോപ്സ് ഇന്റർസെപ്റ്റർ ഡ്രോണിന്റെ വില ഏകദേശം $10,000 മുതൽ $15,000 വരെയാകും. അതിനാൽ തന്നെ ആക്രമണ ഡ്രോണിനേക്കാൾ വില കുറഞ്ഞ ആയുധം ഉപയോഗിച്ച് അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ മെറോപ്സ് ഇന്റർസെപ്റ്റർ ഡ്രോണിന് സാധിക്കും. ഇതുവരെ നടത്തിയ യുദ്ധ പരീക്ഷണങ്ങളിൽ 1000-ലധികം ഷാഹദ് ഡ്രോണുകളെ ഈ സംവിധാനം തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഇവയുടെ വിജയനിരക്ക് ഏകദേശം 95% വരെ എത്തുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടുന്നതിനിടെ യുക്രൈൻ ഇത്തരമൊരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയുണ്ടായി. ആ അനുഭവത്തിൽ നിന്നുമാണ് മെറോപ്പ് സംവിധാനത്തെ യഥാർത്ഥ യുദ്ധത്തിൽ പരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതോടെ നാറ്റോ രാജ്യങ്ങളും ഈ സംവിധാനത്തിൽ അതീവ താല്പര്യം പ്രകടമാക്കിയിട്ടുണ്ട്. പോളണ്ട്, റുമാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഈ സംവിധാനം പരീക്ഷിക്കുകയും തങ്ങളുടെ പ്രതിരോധ രംഗത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ അമേരിക്കയും മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് മെറോപ്സ് ഡ്രോണുകൾ വിന്യസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് വിവരം. ചെലവ് കുറഞ്ഞതും വേഗത്തിൽ വിന്യസിക്കാനാകുന്നതുമായ ഈ സംവിധാനം ഭാവിയിലെ ഡ്രോൺ യുദ്ധത്തിൽ നിർണായക ആയുധമാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് ഡ്രോണിനെ തന്നെ വേട്ടയാടുന്ന സാങ്കേതിക വിദ്യ യുദ്ധരംഗത്തിന്റെ രൂപം തന്നെ മാറ്റിമറിക്കും. വില കൂടിയ മിസൈലുകൾക്ക് പകരം കുറഞ്ഞ ചെലവിലുള്ള AI ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങളെ തടയുന്ന പുതിയ തന്ത്രമാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. മെറോപ്സ് പോലുള്ള സംവിധാനങ്ങൾ ഭാവിയിലെ യുദ്ധങ്ങളിൽ ആകാശത്തിലെ വേട്ടക്കാരൻ എന്ന നിലയിൽ കൂടുതൽ പ്രാധാന്യം നേടുമെന്നത് തീർച്ചയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.